ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ അടിപൊളി സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല യമ്മി ആയിട്ടുള്ള ഐസ്ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു പാത്രം ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ ബട്ടർ ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴത്തേനും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ ബട്ടറിൽ ഗോതമ്പ് പൊടി വാടി വന്നപ്പോൾ. ഇതിലേക്ക് 1/2 ലിറ്റർ പാലിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി ഒഴിക്കാം. നമുക്കൊരു ടോഫി പോലെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊഴിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊക്കെ മാക്സിമം ഇല്ലാണ്ടിരിക്കാൻ നോക്കുക. ഒരു വിസ്ക് വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യാണ്. സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്, ഞാൻ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. 2 രൂപയുടെ ചെറിയ പാക്കറ്റ് വാങ്ങിച്ചാൽ മതിയാവും. പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ബൂസ്റ്റ്, അതും ഒരു 5 രൂപയുടെ പാക്കറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതും ഒരു ടീസ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു തള വരുന്ന ഈ ഒരു സമയമുണ്ടല്ലോ, നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണേ. മാക്സിമം കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ ചെറിയ കട്ടകളുണ്ടെങ്കിലും പേടിക്കണം, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാൻ ഓഫ് ചെയ്തേക്കണേ. ഞാൻ അത് അവിടെ നിന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇതാ മെൽറ്റാവാൻ വെച്ചിട്ടുണ്ട്. പഞ്ചസാര മെൽറ്റ് വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലില്ലേ, അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. പാൽ ചേർക്കുന്ന ഒരു സമയത്തുണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ പേടിക്കേണ്ട. ഇതുപോലെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. പാൽ ചൂടാവുന്ന ആ സമയം കൊണ്ട് പഞ്ചസാര നന്നായിട്ട് വീണ്ടും ആ കട്ട പിടിച്ച ഭാഗങ്ങളൊക്കെ മെൽറ്റായി നല്ലൊരു കുറുകി ഒരു ടോഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കണ്ടേ. പിന്നെ കുറച്ച് വാനില എസൻസും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്കത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. കണ്ടോ, അതിൽ ചെറിയ തരികളും കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് പേടിക്കേണ്ട, നമ്മളിതുപോലെ മിക്സിയിൽ അടിക്കാനുള്ളതാണ്. ഇതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. അത് അടിക്കുന്നതിന് മുന്നായിട്ട് 3 കഷ്ണം ബ്രെഡ് അത് കൈ കൊണ്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ടോഫിയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ടോഫിയുടെ മിക്സ് ചേർത്ത് കഴിഞ്ഞിട്ട് അധികം അങ്ങോട്ട് അടിച്ചെടുക്കണ്ട. ചെറുതായിട്ട് ആ പ്രസ് ബട്ടൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ കാഷ്യൂ നട്ട്സൊക്കെ നന്നായിട്ട് അരഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് കാഷ്യൂ നട്ട്സ് കടിക്കാൻ നമ്മുടെ ഐസ്ക്രീമിൽ വേണം. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഞാൻ 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട ആയി തുടങ്ങുന്നേ ഉള്ളൂ. ആ ഒരു സ്റ്റേജിലാണ്. ഇനി ഒന്നും കൂടി നമ്മൾ ആ ജാറിൽ തന്നെ ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ജാറ് നമ്മൾ കഴുകണ്ട കേട്ടോ. ആ 1 മണിക്കൂർ കൊണ്ട് ഒന്നുകൂടി ഒന്ന് അടിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതേ ജാറിലേക്ക് ഇട്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് ആ പ്രസ് ബട്ടൺ വെച്ചിട്ട് തന്നെയാണ് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. വീണ്ടും ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഒരു ഐസ്ക്രീമിൻ്റെ പാത്രമാണ് കേട്ടോ, ബോക്സാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഒരു അമൂലിൻ്റെ ഐസ്ക്രീമിൻ്റെ ടിന്നിലാണ് നമ്മുടെ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സെറ്റായിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ്, ഒന്നില്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന്, ഇത് ഓപ്ഷനലാണ് കേട്ടോ, കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിങ്ങനെ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്, ഫ്രീസറിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് വെച്ചത്. രാത്രിയാണ് ഇതൊക്കെ റെഡിയാക്കി വെച്ചത്. ഓവർനൈറ്റ് ഫ്രീസറിലേക്ക് വെച്ചു. 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മോർണിംഗ് ആയപ്പോൾ നമ്മുടെ ഐസ്ക്രീം കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ അതേ ലുക്ക് മാത്രമല്ല അതേ ടേസ്റ്റുമാണ് കേട്ടോ. നല്ല യമ്മി ഐസ്ക്രീമാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും രുചിയുള്ള ഒരു ഐസ്ക്രീമാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികളൊക്കെ എന്തായാലും വീട്ടിലിരുന്ന് ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് അല്ലേ, പുറത്ത് പോകാൻ പറ്റുന്നില്ല, വേറെ എൻജോയ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയിൽ
നമ്മുടെ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന നല്ലൊരു മധുരമാണിത്. അപ്പോൾ എന്തായാലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് ക്രമീകരിച്ചൊക്കെ കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ.